വടകരയിൽ താമര വിരിയിപ്പിക്കുന്ന കരുത്തുറ്റ സ്ഥാനാർത്ഥി ആരാണ്? കേരള രാഷ്ട്രീയം ഇനി കാത്തിരിക്കുന്നത് അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി വി മുരളീധരനെ കോൺഗ്രസ് രംഗത്തിറക്കിയപ്പോൾ അതിലും കരുത്തുറ്റ പി ജയരാജനാണ് CPM-ന്റെ സ്ഥാനാർത്ഥി. അപ്പോൾ അതിലും കരുത്തുറ്റ നേതാവായിരിക്കണം BJP-ക്ക് വടകരയിൽ. അത് തന്നെയാണ് അണികളും പറയുന്നത്. വടകരയിൽ BJP-ക്ക് കരുത്തുറ്റ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നാണ് BJP പ്രവർത്തകരുടെ ആവശ്യം. സ്ഥാനാർത്ഥി ദുർബലനായ കോൺഗ്രസിലെ K മുരളീധരൻ BJP വോട്ടുകൾ പിടിക്കുമെന്നും ആശങ്ക പ്രകടിപ്പിച്ച മണ്ഡലം കമ്മിറ്റി വടകരയിൽ MD രമേശിനെയോ PK കൃഷ്ണദാസിനെയോ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ നേതൃത്വത്തിന് സന്ദേശവും കൈമാറിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് BJP-യിൽ തമ്മിലടി തുടരവെയാണ് വടകരയിൽ കരുത്തനായ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവുമായി BJP മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. താൽപര്യമുള്ള സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന നിലപാടിൽ നേതാക്കൾ ഉറച്ചു നിന്നതോടെയാണ് BJP-യുടെ സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിലായത്. അതേസമയം ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും അഴിയ കുരുക്കുകൾക്കും ഒടുവിലാണ് വടകര മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി K മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ദിവസം എത്തിയത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ P ജയരാജൻ പ്രചാരണ പരിപാടികളുമായി നേരത്തെ കളം പിടിച്ചു കഴിഞ്ഞു. കരുത്തനായ P ജയരാജനെ നേരിടാൻ കോൺഗ്രസിലെ അതികരുത്തനായ K മുരളീധരൻ കൂടിയെത്തിയതോടെയാണ് BJP-ക്കും ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന് BJP മണ്ഡലം കമ്മിറ്റി ആവശ്യമുന്നയിച്ചത്. അവസാനം പുറത്തിറക്കിയ പട്ടികയിലും വയനാട്, വടകര സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെയും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് തിരിച്ചെത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം നടത്തുക. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷമാണ് വടകരയിൽ K മുരളീധരന്റെ പേര് KPCC നിർദ്ദേശിച്ചത്. വയനാട്ടിൽ 3 പേരുടെ പട്ടിക സമർപ്പിച്ച സംസ്ഥാന ഘടകം D സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ധാരണയിലെത്തിയതും വടകരയിലെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചതിന് ഒപ്പമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പര്യടനത്തിനുള്ള രാഹുൽ ഗാന്ധി രാത്രിയോടെ ഡൽഹിയിലെത്തും. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും 3 മുന്നണികളിലെയും കരുത്തുറ്റ നേതാക്കൾ തന്നെയാകും ഇക്കുറി വടകരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത്. P ജയരാജനും K മുരളീധരനുമൊപ്പം വരുന്ന ആ കരുത്തുറ്റ നേതാവ് ആരാണ്? MD രമേശനോ അതോ കൃഷ്ണദാസോ? കാത്തിരുന്ന് തന്നെ കേരള രാഷ്ട്രം കാണേണ്ടതാണത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.